വി.എസിന്റെ വിയോഗത്തിന് ശേഷവും ഈ ക്യാപിറ്റൽ പണിഷ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള വിവാദം പാർട്ടിയും അതോടൊപ്പം തന്നെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള എം സ്വരാജിനെയും വേട്ടയാടുന്നു എന്നുള്ളതാണ് എടുത്തു കാണേണ്ടത്. ഈ പിരപ്പൻകോട് മുരളിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വി.എസിന്റെ ഏറ്റവും ഉറച്ച അനുയായിയാണ്. പാലക്കാട് സമ്മേളനത്തിൽ അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം മത്സരിച്ച ആൾ കൂടിയാണ്. അപ്പോൾ വി.എസിന് ഈ ക്യാപിറ്റൽ പണിഷ്മെന്റുമായി ബന്ധപ്പെട്ട വിവാദം യുവ നേതാവ് എന്ന് അദ്ദേഹം ആദ്യം പറഞ്ഞു. പക്ഷേ ഇന്നലെ അത് സ്വരാജ് ആണ് എന്ന തരത്തിലൊരു പരോക്ഷമായ ഒരു പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അത് പറയുന്നത് താൻ കേട്ടതാണ്, ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. കാരണം അതിനെ സാധൂകരിക്കുന്ന തരത്തിൽ വി.എസ് തന്നെ അത് തുറന്ന് പറഞ്ഞിട്ടുണ്ട്. ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ മുൻപ് വി.എസ് തന്നെ ആ കാര്യം പറഞ്ഞതാണ് എന്നുള്ളതാണ് പിരപ്പൻകോട് മുരളി പറയുന്നത്. പാർട്ടി എത്രത്തോളം അതിനെ തള്ളി പറഞ്ഞു കഴിഞ്ഞാലും ഇത് തോന്നിവാസമാണ്, അസംബന്ധമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിനോട് യോജിക്കാൻ കഴിയില്ല. തന്നെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് പ്രായപരിധിയുടെ മാനദണ്ഡവുമായി ബന്ധപ്പെട്ട് ആ മാനദണ്ഡത്തിന് പുറത്തായിട്ട് പോലും അദ്ദേഹത്തെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കിയതാണ് തോന്നിവാസം എന്നുള്ളതാണ് പിരപ്പൻകോട് മുരളി ആവർത്തിച്ച് പറയുന്നത്. ഏതായാലും വരുന്ന കാലത്തും ഈ വിവാദം ഇങ്ങനെ ചൂടുപിടിച്ച് വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഏതായാലും അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതാണ് എന്നുള്ളതാണ് സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള എം.വി. ഗോവിന്ദൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട ഒരു ആശയവിനിമയത്തിന് ഇനി ഏതായാലും സാധ്യതയില്ല. നമുക്ക് എം.വി. ഗോവിന്ദൻ ഈ വിഷയത്തിൽ പറഞ്ഞ ആ പ്രസ്താവന തന്നെ കേൾക്കാം. ശുദ്ധ അസംബന്ധം പറയുന്നതാണ്. ഇമാതിരി അസംബന്ധം പറയുന്ന കുറെ ഉണ്ട്. പാർട്ടി മെമ്പർഷിപ്പൊന്നും പോയി പിന്നെ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പുസ്തകം എഴുതുമ്പോൾ ആ പുസ്തകത്തിന് പ്രചാരവേല കിട്ടാൻ വേണ്ടി ഓരോ വാർത്ത ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. തികച്ചും തെറ്റായ പ്രചാരവേല. ഞാൻ ഈ പറഞ്ഞ പോലെ കാറ്റുള്ളപ്പോൾ തൂറ്റുക എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ലാഭം ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ടാണ്. അതാ പരിപാടി. പൂർണ്ണമായും തള്ളിക്കളയുകയായിരുന്നു എം.വി. ഗോവിന്ദൻ പിരപ്പൻകോട് മുരളിയുടെ ഈ പ്രസ്താവന. ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന കാര്യം അത് പറഞ്ഞതാണെന്നും അന്ന് നേതാക്കൾ ആസ്വദിച്ചു എന്നും അടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം വി.എസിന്റെ വിയോഗത്തിന് പിന്നാലെ പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങൾ, പ്രതികരണങ്ങളൊക്കെ നടക്കുന്നതിനിടെയാണ് എം.വി. ഗോവിന്ദൻ ആ പ്രസ്താവനയെ പൂർണ്ണമായും തള്ളിക്കളയുകയും അദ്ദേഹത്തെ പുറത്താക്കിയതാണ് എന്ന നിലയ്ക്കുള്ള നിലപാട് ആവർത്തിക്കുകയും ചെയ്തു. പക്ഷെ അപ്പോഴും പിരപ്പൻകോട് മുരളി താൻ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയുമാണ്.